ഗുഡ് മോർണിംഗ് ടു എവറി വൺ. ഇന്ന് നമ്മളൊരു 15 ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുജോലികൾ അല്ലേ, നമ്മുടെ വീട്ടുജോലികളെ കുറിച്ച് ഒരു 15 പ്രധാനപ്പെട്ട സെൻറ്റൻസുകളാണ്. അപ്പോൾ നോക്കിയാലോ, ഇതിന് നമ്മൾ പറയും ഹൗസ് ഹോൾഡ് ചോർസ്. എന്താ പറയുക? ഹൗസ് ഹോൾഡ് ചോർസ് എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ചോറുകൾ എന്നല്ല അർത്ഥം, വീട്ടുജോലികൾ എന്നർത്ഥം. എന്താണ് വീട്ടുജോലികൾ? അപ്പോൾ നമുക്ക് ഓരോന്നോരോ തുടങ്ങാം അല്ലേ. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് I am making the bed now. എന്താണ് I am making the bed now. I am making the bed now എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കിടക്ക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കിടക്ക ഒരുക്കുകയാണ് എന്നാണ് അർത്ഥം. ഇത് ഈ ഒരു സെൻറ്റൻസിൽ നമ്മുടെ രീതിയിൽ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയാണ് അവൾ ഇപ്പോൾ കിടക്ക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അവൾ എന്ന് പറയാ ഷീ അല്ലേ. ഷീ ഈസ് മേക്കിംഗ് ദ ബെഡ് നൗ. ഷീ ഈസ് മേക്കിംഗ് ദ ബെഡ് നൗ. അവൾ ഇപ്പോൾ കിടക്ക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേക്കിംഗ് ദ ബെഡ്, ഈ ഒരു 3 വേർഡിൽ ആ ഒരു കംപ്ലീറ്റ് മീനിങ് വന്നു. എങ്ങനെ? കിടക്ക ഒരുക്കുക എന്നുള്ള ഒരു മീനിങ് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് ചേഞ്ചുകൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ പറയാണ് നിങ്ങൾ കിടക്ക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണം. ഞാൻ പറയാം ആർ യു അല്ലേ. ആർ യു മേക്കിംഗ് ദ ബെഡ് നൗ? ആർ യു മേക്കിംഗ് ദ ബെഡ് നൗ? എനിക്ക് പറയാം, നിങ്ങൾ പറയണം നിങ്ങൾ ആ ഒരു കിടക്ക ഒന്ന് ഒരുക്കൂ എന്ന് പറയണം. ഞാൻ പറയാം അപ്പോൾ മേക്ക് എന്ന് പറയാം. മേക്ക് ദ ബെഡ് നൗ, മേക്ക് ദ ബെഡ് നൗ. നമുക്ക് ഇതിൽ ഒരുപാട് ഇതുപോലെ വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്, എങ്ങനെയും നമുക്ക് സെൻറ്റൻസിനെ മാറ്റാവുന്നതാണ്. കുഡ് യു പ്ലീസ് മേക്ക് ദ ബെഡ് നൗ? വുഡ് യു പ്ലീസ്, ദയവായി നിങ്ങൾ ചെയ്യുമോ? വുഡ് യു പ്ലീസ് മേക്ക് ദ ബെഡ് നൗ? ദയവായി നിങ്ങൾ ആ ഒരു കിടക്ക ഒരുക്കുമോ എന്ന് പറയാം. ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ വൈഫിനോടോ അല്ലെങ്കിൽ ആരോടെയോ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ് മേക്ക് ദ ബെഡ് നൗ? ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ജസ്റ്റ് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീട്ടിലെ തീർച്ചയായിട്ടും വീട്ടിൽ നമ്മൾ കിടക്ക ഒരുക്കാറുണ്ടല്ലോ. ആ ഒരുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറയുക, യെസ് ഐ ആം മേക്കിംഗ് ദ ബെഡ് നൗ, ഐ ആം മേക്കിംഗ് ദ ബെഡ് നൗ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഞാൻ ഒരുക്കാനിരിക്കുകയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലോ, ഈസ്, ആം, ആർ പ്ലസ് എബൌട്ട് ടു. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മളിതൊക്കെ എന്താണ് സംസാരത്തിൽ കൊണ്ടുവരണം. സോറി, ഇങ്ങനെ നമ്മൾ പറയാം ഐ ആം എബൌട്ട് ടു മേക്ക് ദ ബെഡ് നൗ അല്ലേ. ഐ ആം എബൌട്ട് ടു മേക്ക് ദ ബെഡ് നൗ. ഞാൻ കിടക്ക ഒരുക്കുകയാണ് അല്ലെങ്കിൽ ഒരുക്കാനിരിക്കുകയാണ്, ഒരുക്കാൻ പോവുകയാണ്. എങ്ങനെയും നമുക്ക് സെൻറ്റൻസിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരേ സെൻറ്റൻസിനെ നമുക്ക് പല രീതിയിലും നമുക്ക് എഴുതാൻ കഴിയും. എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ കഴിയുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമതാണ് എന്ത്? ഐ എം ചേഞ്ചിങ് ദ ബെഡ്ഷീറ്റ്. ഐ എം ചേഞ്ചിങ് ദ ബെഡ്ഷീറ്റ്. എല്ലാം പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് വേണം ദയവായി നിങ്ങൾ ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റുമോ എന്ന് ചോദിക്കണം. എന്ന് പറയാം വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് എന്ന് പറയാം. കുഡ് യു പ്ലീസ് ചേഞ്ച് ദ ബെഡ്ഷീറ്റ് പറഞ്ഞൂടെ. ഇനി എനിക്ക് പറയണം ഞാൻ ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റാനിരിക്കുകയാണ്. അപ്പോൾ എബൌട്ട് ടു മറക്കരുത്, എബൌട്ട് ടു. ഐ ആം എബൌട്ട് ടു ചേഞ്ച് ദ ബെഡ്ഷീറ്റ്. കണ്ടോ, ഐ ആം എബൌട്ട് ടു ചേഞ്ച് ദ ബെഡ്ഷീറ്റ്. ഐ വിൽ ചേഞ്ച് ദ ബെഡ്ഷീറ്റ്. എങ്ങനെയും പറയാവുന്നതാണ്. ഒരേ സെൻറ്റൻസിനെ പല രീതിയിൽ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്താൽ എന്താവും, നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ കഴിയും. ഇനി മൂന്നാമതാണ് ഐ ആം ഫോൾഡിങ് ദ ലോണ്ട്രി അറ്റ് ദ മൊമെൻറ്റ്. ഇവിടെ ലോണ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോണ്ട്രി എന്ന് പറഞ്ഞാൽ അലക്കിയ വസ്ത്രങ്ങൾ എന്നാണ് അല്ലേ. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ, അലക്കിയ വസ്ത്രങ്ങൾ എന്നർത്ഥം. ഐ ആം ഫോൾഡിങ് ദ ലോണ്ട്രി അറ്റ് ദ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഞാൻ ഇപ്പോൾ വസ്ത്രങ്ങൾ മടക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വസ്ത്രങ്ങൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരൊറ്റ സെൻറ്റൻസിനെ നമുക്ക് പല രീതിയിൽ മാറ്റിക്കൂടെ. വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്, എബൌട്ട് ടു, ഗോയിങ് ടു, വിൽ, എങ്ങനെയും സെൻറ്റൻസിന് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അടുത്താണ് ഐ ആം ഡസ്റ്റിംഗ് ദ ഫർണിച്ചർ. ഐ ആം ഡസ്റ്റിംഗ് ദ ഫർണിച്ചർ. ഞാൻ ഫർണിച്ചർ വൃത്തിയാക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ ഫർണിച്ചർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയണം ആരോടെങ്കിലും എന്ത്, ഫർണിച്ചർ വൃത്തിയാക്കൂ. അപ്പോൾ പറയാ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി, വെർബാണ്. ഡസ്റ്റ് ദ ഫർണിച്ചർ, ഡസ്റ്റ് ദ ഫർണിച്ചർ എന്ന് പറഞ്ഞു മതി. ഇനി അടുത്താണ് ഐ ആം സ്വീപ്പിംഗ് ദ ഫ്ലോർ. ഐ ആം സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഓക്കെ ഇതില്ലേ ബ്രൂം എന്ന് പറയും അല്ലേ. എന്ന് പറയാം ബ്രൂം എന്ന് പറഞ്ഞാൽ ബ്രൂം എന്ന് പറഞ്ഞാൽ അടിച്ചു വരുന്ന ആ ഒരു ചൂലില്ലേ, ആ ചൂലിനെയാണ് നമ്മൾ പറയാ ബ്രൂം എന്ന് പറയാം. അപ്പോൾ സ്വീപ്പ് ഇവിടെ എന്താണ്? വെർബാണ്. സ്വീപ്പ്, സ്വെപ്റ്റ്, സ്വെപ്റ്റ്. ഐ ആം സ്വീപ്പിംഗ് ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഞാൻ നിലം അടിച്ചു വാരുകയാണ്. ഓക്കെ,
ഐ ആം സ്വീപ്പിംഗ് ദ ഫ്ലോർ വിത്ത് ബ്രൂം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്താണ് ആറാമത്. ഐ ആം മോപ്പിംഗ് ദ ഫ്ലോർ. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂല് കൊണ്ട് അടിച്ചു വാരുക അല്ലേ. മോപ്പ് എന്ന് പറഞ്ഞാലോ തുടക്കുക എന്നർത്ഥം. തുടക്കുക ഉണ്ടോ? എന്താണ് തുടക്കുക? ഐ ആം മോപ്പിംഗ് ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തുടക്കുകയാണ് എന്നാണ് അർത്ഥം. ഇനി നമ്മുടെ ഏഴാമതാണ് ഐ എം ഫീഡിങ് ദ കാറ്റ് റൈറ്റ് നൗ. ഐ എം ഫീഡിങ് ദ കാറ്റ് റൈറ്റ് നൗ. ഐ എം ഫീഡിങ് ദ കാറ്റ് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ. ഞാൻ ഇപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൊടുക്കുകയാണ് എന്നാണ്. ഐ എം ഫീഡിങ് ദ കാറ്റ് റൈറ്റ് നൗ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കണം, നിങ്ങളിപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണം. എങ്ങനെ പറയാം? ആർ യു ഫീഡിങ് ദ കാറ്റ് റൈറ്റ് നൗ? ആർ യു ഫീഡിങ് ദ കാറ്റ് റൈറ്റ് നൗ? ഓക്കെ, ഇനി പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കൂ എന്ന് പറയാം. ഫീഡ് ദ കാറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഫീഡ് ദ കാറ്റ് എന്താണ്? ഫീഡ് ദ കാറ്റ്. ഇനി അടുത്താണ് എട്ടാമതാണ് നാളത്തേക്കുള്ള വസ്ത്രങ്ങൾ ഞാൻ ഇസ്തിരി ഇടുകയാണ്, അല്ലെങ്കിൽ ഇസ്തിരി കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. എന്ന് പറയാം ഐ ആം അയർണിങ് ദ ക്ലോത്ത്സ് ഫോർ ടുമോറോ. ഐ ആം അയർണിങ് ദ ക്ലോത്ത്സ് ഫോർ ടുമോറോ. ഇനി നമുക്ക് നോക്കാം ഒമ്പതാമതാണ്, 9th one. നമ്മുടെ 9th സെൻറ്റൻസ് ആണ് ഐ എം ക്ലീനിങ് ദ വിൻഡോ റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഐ എം ക്ലീനിങ് ദ വിൻഡോ റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ ജനൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ എം ക്ലീനിങ് ദ വിൻഡോ റൈറ്റ് നൗ. ഇനി എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം, വുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ് ക്ലീൻ ദ വിൻഡോ റൈറ്റ് നൗ. വുഡ് യു പ്ലീസ് ക്ലീൻ ദ വിൻഡോ. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ എന്തായാലും സംസാരിക്കണം. ഇനി അടുത്താണ് ഐ ആം സ്വിങ് എ ബട്ടൺ ഓൺ മൈ ഷർട്ട്. എന്താണ്? ഞാൻ എൻ്റെ ഷർട്ടിൽ ഒരു ബട്ടൺ പിടിപ്പിക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇങ്ങനെയാണ് ഐ ആം സ്വിങ് എ ബട്ടൺ ഓൺ മൈ ഷർട്ട്. ക്ലിയർ? ഇനി അടുത്താണ് ഐ ആം വൈപ്പിംഗ് ഡൗൺ ദ വാഷ് ബേസിൻ. ഐ ആം വൈപ്പിംഗ് ഡൗൺ ദ വാഷ് ബേസിൻ എന്ന് വെച്ചാൽ ഞാൻ വാഷ് ബേസിൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വൃത്തിയാക്കുകയാണ് എന്നാണ്. ഐ ആം വൈപ്പിംഗ് ഡൗൺ ദ വാഷ് ബേസിൻ. ഇനി അടുത്താണ് ഐ ആം സെറ്റിംഗ് ദ ടേബിൾ ഫോർ ലഞ്ച്. ഐ ആം സെറ്റിംഗ് ദ ടേബിൾ ഫോർ ലഞ്ച്. ഞാൻ ഉച്ചഭക്ഷണത്തിന് വേണ്ടി മേശ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സജ്ജമാക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഐ എം സെറ്റിംഗ് ദ ടേബിൾ ഫോർ ലഞ്ച്. ഐ എം സെറ്റിംഗ് ദ ടേബിൾ ഫോർ ഡിന്നർ. ഐ എം സെറ്റിംഗ് ദ ടേബിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എങ്ങനെയും പറയാവുന്നതാണ്. ഇനി നമുക്ക് പറയാം എങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ട് ആ ടേബിൾ ഒന്ന് സജ്ജമാക്കൂ എന്ന് പറയാം. സെറ്റ്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ മതി. SET സെറ്റ്. സെറ്റ് ദ ടേബിൾ ഫോർ ലഞ്ച്, അല്ലെങ്കിൽ സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നർ, അല്ലെങ്കിൽ സെറ്റ് ദ ടേബിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്താണ് ഐ ആം സ്ക്രബിംഗ് ദ ബാത്റൂം ടൈൽസ്. ഐ എം സ്ക്രബിംഗ് ദ ബാത്റൂം ടൈൽസ്. ബാത്റൂം ടൈൽസ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഞാൻ കുളിമുറിയിലെ ടൈലുകൾ കഴുകി വൃത്തിയാക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഐ എം സ്ക്രബിംഗ് ദ ബാത്റൂം ടൈൽസ്. ഇനി അടുത്തത് ഐ ആം പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ഓക്കെ, ചോദിക്കാം നമുക്ക്, ആർ യു പ്രിപ്പയറിംഗ് ദ ബ്രേക്ക്ഫാസ്റ്റ്? ആർ യു പ്രിപ്പയറിംഗ് ദ വേണ്ട, ആർ യു പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ, കാരണം സാധാരണ നമ്മുടെ മീൽസ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സപ്പർ, ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ദ ചേർക്കാറില്ല, ആർട്ടിക്കിൾസ് ചേർക്കാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദ വേണ്ട. ഐ ആം പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ്. ഇനി ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ആർ യു പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ്? നിങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടുത്താണ് ഐ എം കോംബിങ് മൈ ഹെയർ. ഐ എം കോംബിങ് മൈ ഹെയർ. ഞാൻ എൻ്റെ മുടി ചെയ്യുകയാണ് എന്നർത്ഥം, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പറയാം, ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ആരോടെയും പറയാം, ഞാൻ ആ മുടി ഒന്ന് ശരിയാക്കും, അല്ലെങ്കിൽ ചീകി വൃത്തിയാക്കും എന്ന് എങ്ങനെ പറയാം? കോംബ് യുവർ ഹെയർ. കോംബ് യുവർ ഹെയർ. കോംബ് യുവർ ഹെയർ ബിഫോർ ഗോയിങ് ഔട്ട്. പുറത്ത് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യൂ? കോംബ് യുവർ ഹെയർ. കോംബ് യുവർ ഹെയർ ബിഫോർ ഗോയിങ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 15
വീട്ടുജോലികളെ കുറിച്ചാണ് ഇത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ അതൊന്ന് ഇതാക്കി മാറ്റുക. ഓക്കെ, പഠിച്ചെടുക്കുക. കാരണം നമുക്ക് ഒരേ സെൻറ്റൻസ് തന്നെ ഒരുപാട് തരത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ പല തരത്തിൽ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ എബൌട്ട് ടു കൊണ്ടുവരിക, അതുപോലെ ഗോയിങ് ടു, ഹാവ് ടു, ഹാസ് ടു, വോണ്ട് ടു, വോണ്ട്സ് ടു, ഒരുപാട് അല്ലേ പല തരത്തിൽ നമുക്ക് ഒരു സെൻറ്റൻസിനെ മാറ്റാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യുക.